വെൽക്കം. യെസ്, അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ചാപ്റ്റേഴ്സിൻ്റെ ഷോർ ക്വസ്റ്റ്യൻസ് ആണ്. ഷോർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഒരു ചാപ്റ്ററിനെ കുറിച്ച് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റെഫർ ചെയ്തിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ മോസ്റ്റ്ലി ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഷോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് തരാം. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഈ ഷോ ക്വസ്റ്റ്യൻസ് പഠിക്കുക, എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, സോ സെമി കണ്ടക്ടേഴ്സിൻ്റെ വെയിറ്റേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനലി തന്നിട്ടുള്ള വെയിറ്റേജ് 3 മാർക്സ് ആണ്. കഴിഞ്ഞ മോഡലിൽ നമുക്ക് 3 മാർക്സിൻ്റെ ഒരു ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി പബ്ലിക്കിൻ്റെ അകത്തും നമുക്ക് ഈ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ തന്നെയാണ് എന്ത് ചെയ്യുക നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതും. ഓക്കെ, സോ ഇനിയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ പോകുന്നത്. ഇപ്പം നമ്മൾ ഈ എടുക്കുന്ന ഷോ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മളുടെ യൂട്യൂബിൽ വരുന്ന ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരൊറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. നേരെ ആപ്പ് സ്റ്റോർ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേ സ്റ്റോറിൽ പോവുക. നമ്മുടെ എജുപോർട്ട് ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് വരും. ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, OTP വരും. ആ OTP കിട്ടിയതിന് ശേഷം എന്ത് ചെയ്യണം, OTP കിട്ടിയതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ കോഴ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പ്രൊഫൈൽ ഉണ്ടാവും. ആ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ കോഴ്സ് സെലക്ട് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക, +2 സയൻസ് ബോർഡ്, അതായത് +2 സയൻസ് കേരള ബോർഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. +2 സയൻസ് കേരള ബോർഡ് കോഴ്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് റിസോഴ്സസ് എന്ന് പറഞ്ഞൊരു ടാബിൻ്റെ അടിയിൽ പബ്ലിക് 2025 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐക്കൺ ഉണ്ടാകും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ സബ്ജക്ട്സും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. ആ സബ്ജക്ട്സിലെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ്, മാരത്തോണിൻ്റെ ലൈവുകൾ, കാര്യങ്ങളുടെ ഒക്കെ നോട്ട്സും വീഡിയോസും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ആപ്പിൽ അവൈലബിൾ ആയിട്ട് കിട്ടുന്നുണ്ടാവും. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇത് കിട്ടും. പക്ഷേ കുറച്ചും കൂടെ ബെറ്റർ എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ജോയിൻ ചെയ്യുന്നതാണ്. കാരണം ഇതാവുമ്പോൾ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റും ഒരൊറ്റ ക്ലിക്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കംപ്ലീറ്റ് വീഡിയോസും നോട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലത്തെ കംപ്ലീറ്റ് നമ്മളുടെ വീഡിയോസും നോട്ട്സൊക്കെ കിട്ടുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ആപ്പ് ഇപ്പോൾ 99 റുപ്പീസിന് നമ്മൾ റാപ്പിഡ് റിവിഷൻ ബാച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ആ റാപ്പിഡ് റിവിഷൻ ബാച്ചിലുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ ക്ലാസ്സസും ബാക്കി എല്ലാ ഇതുണ്ടോ നിങ്ങൾ 1 ഷോട്ട് ലൈവ് സ്റ്റഡി മെറ്റീരിയൽ, അതേപോലെ മോഡൽ എക്സാംസ്, അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ കുറേ ചാപ്റ്റേഴ്സും ഓരോ സബ്ജക്ട്സിൻ്റെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് വീഡിയോസും എല്ലാം ഫ്രീ ആയിരിക്കും. സോ അതിൽ ജോയിൻ ചെയ്യാനുള്ള താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ അതിലും ജോയിൻ ചെയ്യാം കേട്ടോ, നോ പ്രോബ്ലംസ്. ഓക്കെ, സോ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകൾ ഒരുപാടൊന്നുമില്ല. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് വാട്ട് ആർ സെമി കണ്ടക്ടേഴ്സ്, എന്താണ് സെമി കണ്ടക്ടേഴ്സ്. കണ്ടക്ടിവിറ്റിയുടെ വാല്യൂ, അതായത് മെറ്റീരിയൽസ് ഹാവിങ് കണ്ടക്ടിവിറ്റി ഇൻ ബിറ്റ്വീൻ കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, സെമി കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിളായിട്ട് നമുക്ക് സിലിക്കൺ ആൻഡ് ജർമേനിയത്തിന് എന്ത് ചെയ്യാം, ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഈ സെമി കണ്ടക്ടേഴ്സ് ആണെങ്കിലും ഏത് കണ്ടക്ടർ ആണെങ്കിലും ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലും ഇവരിലൊക്കെ എന്തുണ്ട്, എനർജി ബാൻഡുകളുണ്ട്. അതിൽ 2 മെയിൻ ബാൻഡ്സ് ആണ്, ഒന്ന് കണ്ടക്ഷൻ ബാൻഡ്, ഒന്ന് നമ്മുടെ വാലൻസ് ബാൻഡ്. ഇവർ തമ്മിലുള്ള ഡിഫറൻസസ് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ റേഞ്ച് ഓഫ് എനർജീസ് പൊസസ്ഡ് ബൈ ഫ്രീ ഇലക്ട്രോൺസ് ആണ്. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാകുന്ന ബാൻഡാണ് കണ്ടക്ഷൻ ബാൻഡ്. ഈ ബാൻഡിൽ എപ്പോഴും ഇലക്ട്രോൺ ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം, എപ്പോഴും എക്സിസ്റ്റ് ചെയ്യണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ഇലക്ട്രോൺസ് മേ ഓർ മേ നോട്ട് എക്സിസ്റ്റ് എന്നാണ് പറയാം. അതേപോലെ തന്നെ ഈ കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺ ഉള്ളപ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു മെറ്റീരിയലിന് കണ്ടക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്നാൽ വാലൻസ് ബാൻഡിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഓരോ എലമെന്റ്സിനും എന്തുണ്ടാവും, വാലൻസ് ഷെല്ലിൽ ഇലക്ട്രോൺസ് ഉണ്ടാവും. ഈ വാലൻസ് ഇലക്ട്രോൺസ് പൊസസ് ചെയ്യുന്ന എനർജി ബാൻഡാണ് വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് വാലൻസ് ഇലക്ട്രോൺസിനെയാണ് നമ്മൾ ഈ ഒരു ബാൻഡിൽ നമ്മൾ കാണുക. അതേപോലെ ഈ വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യില്ല, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ പങ്കെടുക്കില്ല. വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസിന് എനർജി കിട്ടിയിട്ട് കണ്ടക്ഷൻ ബാൻഡിൽ എത്തിക്കഴിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. ഓക്കെ, ഇനി ഈ 2 ബാൻഡ്സിൻ്റെ ഇടയിൽ കാണുന്ന ഒരു റീജിയൻ ആണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയും. എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്, കാരണം പല സമയത്തും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് സം എനർജി ലെവൽസ് ഇൻ ബിറ്റ്വീൻ വാലൻസ് ബാൻഡ് ആൻഡ് കണ്ടക്ഷൻ ബാൻഡ് ആർ ഫോർബിഡൻ ഫോർ ഇലക്ട്രോൺസ്. അതായത് കണ്ടക്ഷൻ ബാൻഡിൻ്റെയും വാലൻസ് ബാൻഡിൻ്റെയും ഇടയിലുള്ള കുറച്ച് എനർജി ലെവൽസ് നമ്മുടെ ഇലക്ട്രോൺസിന് എന്താണ്, ഫോർബിഡൻ ആണ്. അതായത് ഇവർക്ക് അവിടെ നിൽക്കാൻ പറ്റില്ല, അവർക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് ഏരിയ ഉണ്ട്. ആ എനർജി ലെവൽസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് നമ്മൾ വിളിക്കുന്നത്.
വിളിക്കുന്നത്. ഓക്കെ, ഇനി ഈ ഒരു എനർജി ബാൻഡ് ഡയഗ്രത്തെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് ആൻഡ് സെമി കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയും ക്വസ്റ്റ്യൻ കഴിഞ്ഞ പബ്ലിക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതായത് ഗീവ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ബേസ്ഡ് ഓൺ എനർജി ബാൻഡ് ഡയഗ്രം. അതെങ്ങനെ നമ്മൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടക്ടേഴ്സ് നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും വരയ്ക്കുക. അതിൻ്റെ അകത്ത് എന്തുണ്ടാകാൻ പാടില്ല? എനർജി ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല, ഓവർലാപ്ഡ് ആയിരിക്കണം, രണ്ടിലും ഇലക്ട്രോൺസ് ഉണ്ടാവണം. കാരണം കണ്ടക്ഷൻ ബാൻഡ് കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എനർജി ഗ്യാപ്പ് ഉണ്ടാവില്ല. കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും ഓവർലാപ്ഡ് ആയിരിക്കും. ഇനി അത് നേരെ നമ്മളുടെ സെമി കണ്ടക്ടേഴ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ വാലൻസ് ബാൻഡിൽ മാത്രം ഇലക്ട്രോൺസ് ഉണ്ടാവും, കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാവില്ല. എന്നിട്ട് ഇവിടെ ഒരു എനർജി ഗ്യാപ്പ് വരയ്ക്കുക. വേണമെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ടൊരു എക്സൈറ്റേഷൻ കാണിക്കാം കേട്ടോ. വാലൻസ് ബാൻഡിൽ നിന്ന് ഒരു ഇലക്ട്രോൺ മുകളിലേക്ക് ചാടുന്നതായിട്ട് കാണിക്കാം. എന്നിട്ട് ഇവിടെ ഒരു ബാൻഡ് ഗ്യാപ്പ്, നിങ്ങൾ ചെറിയൊരു ഗ്യാപ്പ് ഇവിടെ കൊടുക്കണം. ആ ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലെസ് ദാൻ 3 EV എന്നവിടെ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി അത് ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാൻഡ് ഗ്യാപ്പ് കൊടുക്കുന്ന സമയത്ത് ബാൻഡ് ഗ്യാപ്പ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 3 EV ആയിരിക്കണം. ഓക്കെ, അതായത് കുറച്ച് വലിയ ബാൻഡ് ഗ്യാപ്പ് കൊടുത്തിട്ടാണ് നമ്മൾ ഇൻസുലേറ്റേഴ്സിൻ്റെ കേസിൽ എന്ത് ചെയ്യുക? എനർജി ബാൻഡ് ഡയഗ്രം നമ്മൾ വരയ്ക്കാം. ഓക്കെ, സോ അതിൻ്റെ ഡിഫറൻസസ് ഞാൻ എഴുതിയിട്ടുണ്ട്. കണ്ടക്ടേഴ്സ് എന്താണ്, സെമി കണ്ടക്ടേഴ്സിൽ എന്താണ്, ഇൻസുലേറ്റേഴ്സിൽ എന്താണെന്നുള്ളത്. ഇനി ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇൻട്രിൻസിക് ആൻഡ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സ് 2 ടൈപ്സ് ഉണ്ട്. ഒന്ന് ഇൻട്രിൻസിക് ആണ്, ഒന്ന് എക്സ്ട്രിൻസിക് ആണ്. അപ്പോൾ അതെന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് ചോദിക്കാം. അതും കഴിഞ്ഞ നമ്മളുടെ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. കഴിഞ്ഞല്ലേ, അതിൻ്റെ മുമ്പത്തെ പബ്ലിക് എക്സാമിന് ചോദിച്ചതാണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നേച്ചുറൽ ആണ്, ഇൻബോൺ സെമി കണ്ടക്ടേഴ്സ് ആണ്. അതായത് അവർ ജനിച്ചപ്പോഴേ എന്താണ്, സെമി കണ്ടക്ടേഴ്സ് ആണ്. അവർ പ്യുവർ ആണ്, ദേ ഡു നോട്ട് കണ്ടെയ്ൻ എനി ഇമ്പ്യൂരിറ്റീസ്. അങ്ങനെയുള്ള സെമി കണ്ടക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് അഥവാ പ്യുവർ സെമി കണ്ടക്ടേഴ്സ്. അതിന് എക്സാമ്പിൾ ആണ് സിലിക്കൺ, അതേപോലെ തന്നെ ജർമേനിയം ഒക്കെ. ഇനി എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് വിത്ത് ആഡഡ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇൻട്രിൻസിക് സെമി കണ്ടക്ടേഴ്സിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നവരാണ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം സിലിക്കൺ ആഡഡ് വിത്ത് ഫോസ്ഫറസ് അല്ലെങ്കിൽ ബോറോൺ എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾ ആയിട്ട് കൊടുക്കാം. ഇനി ഈ എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടറിനെ നമ്മൾ 2 ടൈപ്പ് ആക്കിയിട്ടുണ്ട്. ഒന്ന് N ടൈപ്പ് സെമി കണ്ടക്ടർ, ഒന്ന് P ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പോൾ ചിലപ്പോൾ ചോദിക്കും വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് എക്സ്ട്രിൻസിക് സെമി കണ്ടക്ടേഴ്സ് എന്ന്. അതിൽ N ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ആഡിങ് പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആണ് നമ്മൾ ആഡ് ചെയ്യുക. അതായത് 5 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ളവർ ആഡ് ചെയ്യും. എക്സാമ്പിൾ ആണ് ഫോസ്ഫറസ്, ആൻറ്റിമണി, ആർസെനിക്. ഇനി P ടൈപ്പിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈ വാലന്റ്, അതായത് 3 വാലൻസ് ഇലക്ട്രോൺസ് ഉള്ള ഇമ്പ്യൂരിറ്റി ആറ്റംസ് ആണ്. അതായത് ബോറോൺ, അലുമിനിയം, ഇൻഡിയം പോലെയുള്ള ആറ്റംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്പ്യൂരിറ്റി ആയിട്ട് ആഡ് ചെയ്യുന്നത് ഇൻ ദ കേസ് ഓഫ് P ടൈപ്പ്. ഓക്കെ, ഇനി ഈ P ടൈപ്പ് സെമി കണ്ടക്ടറിനെയും N ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് P ടൈപ്പിൻ്റെ കേസിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്, N ടൈപ്പിൽ നമ്മൾ ആഡ് ചെയ്യുക പെൻറ്റാവാലന്റ് ഇമ്പ്യൂരിറ്റീസ് ആണ്. ഇനി P ടൈപ്പിൻ്റെ കേസിൽ ആ ഇമ്പ്യൂരിറ്റിനെ നമ്മൾ ആക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്നാണ് പറയുക. കാരണം നമ്മൾ ആഡ് ചെയ്യുന്നത് ട്രൈവാലന്റ് ആണ്. അപ്പോൾ 3 വാലൻസ് ഇലക്ട്രോൺസേ ഉണ്ടാവുള്ളൂ, ഒരാൾ അവിടെ ബാക്കി ഉണ്ടാവും ബോണ്ട് ചെയ്യാതെ. കാരണം സിലിക്കണിന് 4 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്, നമ്മൾ ആഡ് ചെയ്യുന്നത് 3 എണ്ണേ ഉള്ളൂ. അപ്പോൾ ഒരു പൊസിഷൻ അവിടെ വാക്കൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഹോളായിട്ട് മാറുകയല്ലേ ചെയ്യുക, അത് അക്സെപ്റ്റർ ആണ്. അതുകൊണ്ട് നമ്മൾ അതിനെ അക്സെപ്റ്റർ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കും. എന്നാൽ നേരെ മറിച്ച് N ടൈപ്പിൻ്റെ കേസിൽ പെൻറ്റാവാലന്റ് ആണ്, ഒരു ഇലക്ട്രോൺ എക്സ്ട്രാ ആണ്. അപ്പോൾ അവർ ഡോണേഴ്സ് ആണ്, അതുകൊണ്ട് നമ്മൾ അതിനെ ഡോണർ ഇമ്പ്യൂരിറ്റി എന്ന് വിളിക്കും. ഓക്കെ, ഇനി P ടൈപ്പിൻ്റെ കേസിൽ മെജോറിറ്റി ചാർജ് കാരിയേഴ്സ് എന്ന് പറയുന്നത് ഹോൾസ് ആണ്, N ടൈപ്പിൻ്റെ കേസിൽ ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡിഫറൻസ് ആയിട്ട് പറയാൻ പറ്റും. ഇനി അതേപോലെ തന്നെയാണ് P ടൈപ്പ് സെമി കണ്ടക്ടറിൽ കണ്ടക്ടിവിറ്റി ഈസ് മെയിൻലി ഡ്യൂ ടു ഹോൾസ് വിച്ച് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. എന്നാൽ N ടൈപ്പിൻ്റെ കേസിൽ കണ്ടക്ടിവിറ്റി ഈസ് മെയിൻലി ഡ്യൂ ടു ഇലക്ട്രോൺസ് വിച്ച് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, P ടൈപ്പിൻ്റെയും N ടൈപ്പിൻ്റെയും ഡിഫറൻസസ് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ടാബ്ലേറ്റ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് എ ഡിപ്ലീഷൻ റീജിയൻ. നമ്മൾ ഈ P ടൈപ്പ് സെമി കണ്ടക്ടറിനെയും N ടൈപ്പ് സെമി കണ്ടക്ടറിനെയും ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ നമ്മൾക്ക് കിട്ടുന്നതാണ് PN ജംഗ്ഷൻ അല്ലേ. ഈ PN ജംഗ്ഷൻ്റെ അകത്ത് ഫോം ചെയ്യുന്ന ഒരു റീജിയൻ ആണ് ഡിപ്ലീഷൻ റീജിയൻ. എന്ന് വെച്ചാൽ എന്താണ്, ദ ചാർജ് സെപ്പറേഷൻ റീജിയൻ ഫോംഡ് ബിറ്റ്വീൻ N ടൈപ്പ് ആൻഡ് P ടൈപ്പ് പിന്നെ PN ജംഗ്ഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് വിളിക്കുന്നത്. അതായത് PN ജംഗ്ഷൻ്റെ അകത്ത് ഒരു സൈഡിൽ പോസിറ്റീവും ഒരു സൈഡിൽ നെഗറ്റീവും ഫോം ചെയ്യും. ഈ ഒരു ചാർജ് സെപ്പറേഷൻ റീജിയനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഡിപ്ലീഷൻ റീജിയൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി അതേപോലെ ഒരു ടേം ആണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു ചാർജ് സെപ്പറേഷൻ വന്നുകൊണ്ട് തന്നെ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്യും, ഡെവലപ്പ് ചെയ്യും. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ക്രിയേറ്റഡ് ഇൻ ബിറ്റ്വീൻ N ടൈപ്പ് ആൻഡ് P ടൈപ്പിനെയാണ് നമ്മൾ ബാരിയർ പൊട്ടൻഷ്യൽ ഓഫ് എ ഡയോഡ് എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ ഡെഫിനിഷൻ വൈസ് ഒരു മാർക്കിനൊക്കെ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട് കേട്ടോ. ഇനി
അടുത്തതാണ് നമ്മൾ പറയുന്നത് റെക്ടിഫയർ ഡയോഡ്. അതായത് നമ്മൾ ഈ പി എൻ ജംഗ്ഷൻ കിട്ടുമ്പം ഈ പി എൻ ജംഗ്ഷൻ്റെ രണ്ട് സൈഡിൽ മെറ്റാലിക് കോണ്ടാക്ട് കൊടുക്കുമ്പോഴാണ് ഇതൊരു ഡയോഡായിട്ട് മാറുന്നത്. അതിനെയാണ് നമ്മൾ സർക്യൂട്ടിലേക്കൊക്കെ യൂസ് ചെയ്യുന്നത്. അതായത് സർക്യൂട്ടിലേക്ക് നമ്മൾ ഈ സെമി കണ്ടക്ടറിന് യൂസ് ചെയ്യുമ്പം അതിനെ പറയുന്ന പേര് ഡയോഡ് എന്നാണ്. ഓക്കെ, ഈ ഡയോഡിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടിക്ക് വേണ്ടിയാണ്. റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡയോഡിനെ നമ്മളൊരു സർക്യൂട്ടിൽ ആഡ് ചെയ്യുമ്പം റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ഇതാ ഇങ്ങനെയാണ്. അതിൽ ഈ സൈഡ് പി ആണ്, ഈ സൈഡ് എന്താണ്, എൻ ആണ്. അത് എഴുതാൻ നിർബന്ധമില്ല, ഈ ഫിഗർ മാത്രമാണ് വരയ്ക്കാം. ഇവിടെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞത്, ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം. അപ്പോൾ ഈ ഒരു റെക്ടിഫയർ അല്ലെങ്കിൽ ഡയോഡ്സിനെ നമ്മൾക്കൊരു സർക്യൂട്ടിൽ രണ്ട് രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർവേഡ് ബയാസ്ഡ് ആയിട്ട് ചെയ്യാം, ഒന്ന് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫോർവേഡ് ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾ ഒരു ഡയോഡിനെ കണക്ട് ചെയ്യുക, എന്നിട്ട് ബാറ്ററി കൊടുക്കുന്ന സമയത്ത് പി സൈഡിനെ പോസിറ്റീവിലേക്കും എന്നിനെ നെഗറ്റീവിലേക്കും കൊടുക്കുമ്പോൾ അത് എന്തായി മാറി, ഫോർവേഡ് ആയിട്ട് മാറി. ഓക്കെ, ഇനി ഈ ഡയോഡിനെ തന്നെ നിങ്ങൾ തിരിച്ചു കൊടുക്കുകയാണ്. അതായത് പീനെ നിങ്ങൾ കൊടുക്കുന്നത് നെഗറ്റീവിലേക്കും എന്നിനെ നിങ്ങൾ കൊടുക്കുന്നത് പോസിറ്റീവിലേക്കും ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ബയാസ്ഡായി, ഇത് റിവേഴ്സ് ബയാസ്ഡ് ആയിട്ട് മാറും. ഇങ്ങനെയാണ് നമ്മൾ ബയാസിങ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ബയാസിങ് ചെയ്യുമ്പോൾ നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന കറണ്ടും വോൾട്ടേജും, അതായത് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും കിട്ടുന്ന ഔട്ട്പുട്ട് കറണ്ടും തമ്മിലുള്ള ഗ്രാഫിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വിളിക്കും. ഫോർവേഡിന് റിവേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയും റിവേഴ്സ് ബയാസിങ്ങിൽ. അപ്പോൾ ഇതിൻ്റെ രണ്ടിനെയും ഗ്രാഫ് വരയ്ക്കാൻ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിച്ചേക്കാം. സോ ഫോർവേഡ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നു. ഇവിടെ താഴെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ആണ് ഉണ്ടാവുക, ഇവിടെ നമുക്ക് കിട്ടുന്ന കറണ്ട്. ആൻഡ് റിമെമ്പർ, ഫോർവേഡിൻ്റെ കേസിൽ നമുക്ക് കിട്ടുന്ന കറണ്ട് മില്ലി ആംബിയർ റേഞ്ചിലായിരിക്കും. ഇനി ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, ഒരു പർട്ടിക്കുലർ പോയിന്റ് വിട്ടതിന് ശേഷമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളുടെ കറണ്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ഫോർവേഡ് ബയസിങ്ങിൻ്റെ കേസിൽ നമ്മളവിടെ ഒരു ബാരിയർ പൊട്ടൻഷ്യൽ ഉണ്ടാവില്ലേ, ആ ബാരിയർ പൊട്ടൻഷ്യൽ ഓവർകം ചെയ്ത് കഴിഞ്ഞാലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ കറണ്ട് കണ്ടക്ഷൻ നടക്കുന്നുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് കഴിയുമ്പോൾ എന്ത് ചെയ്യുള്ളൂ, ഇത് കൂടുള്ളൂ. അതുകൊണ്ട് ഇവിടെ നമുക്ക് എന്ത് മാർക്ക് ചെയ്യാം, ഈ ഒരു പൊട്ടൻഷ്യലിനെ നമുക്ക് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് മാർക്കും ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് എന്ത് നമ്മളുടെ ഫോർവേഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റിവേഴ്സ് ബയാസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. റിവേഴ്സ് ബയാസിൻ്റെ കേസിൽ നിങ്ങൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഇതാ ഇങ്ങനെയാണ് വരിക. ഇവിടെ നിങ്ങൾക്ക് കറണ്ട് കിട്ടുന്നത് ശ്രദ്ധിക്കുക, മൈക്രോ ആംബിയറിലായിരിക്കും കേട്ടോ. കറണ്ട് വളരെ ചെറുതായിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന കറണ്ട് മൈക്രോ ആംബിയറിലായിരിക്കും. ഇവിടെ നിങ്ങൾ കൊടുക്കേണ്ടത്, ഇത് കുഞ്ഞൊരു കറണ്ടേ ഉണ്ടാവുള്ളൂ, എന്നിട്ട് ഒരു പോയിന്റ് എത്തുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇങ്ങോട്ട് കൂടും. ഓക്കെ, ഇങ്ങനെയാണ് റിവേഴ്സ് ബയസ് ക്യാരക്ടറിസ്റ്റിക്സ് വരിക. ഈ ഒരു പോയിന്റ്, ഈ ഭയങ്കരമായിട്ട് കൂടുന്ന ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അല്ലേ. ബ്രേക്ക് ഡൗൺ വോൾട്ടേജ്, അതായത് റിവേഴ്സ് ബയാസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടി വരുമ്പോൾ ആ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഭയങ്കര ഇൻറ്റൻസിറ്റി കാരണം ഏതെങ്കിലും ഒരു മൈനോറിറ്റി ചാർജ് കാരിയർ എന്ത് ചെയ്യും, ഇതിൻ്റെ അകത്തേക്ക് വീഴുന്നതാണ്, അല്ലെങ്കിൽ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ ഒരു കറണ്ട് കൂടുന്നത് കേട്ടോ. ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈവ് എടുത്ത സമയത്തും നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ ലൈവ് എടുത്ത സമയത്തൊക്കെ നമ്മളത് കംപ്ലീറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫൈൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടേക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, നേരെ നമ്മളുടെ ആ ലൈവ് സെഷനിലുള്ള ഈ പാട്ടൊന്ന് പോയിട്ട് കണ്ടു കഴിഞ്ഞാൽ റെഡിയാവും കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് യെസ്, ഈ ചാപ്റ്ററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനിലേക്കാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ഏതായിരുന്നു, ഫുൾ വേവിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇനി മിക്കവാറും ചിലപ്പോൾ ഹാഫ് വേവിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങിയില്ല. സോ ഹാഫ് വേവ് റെക്ടിഫയറും അതേപോലെ തന്നെ ഫുൾ വേവ് റെക്ടിഫയറും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പോർഷൻസ് ആണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്തുള്ള. അപ്പോൾ ഈ ഫുൾ വേവ് റെക്ടിഫയറും ഹാഫ് വേവ് റെക്ടിഫയറും എന്തിനാ ശരിക്കും, നമ്മൾ പറഞ്ഞു റെക്ടിഫിക്കേഷൻ എന്നുള്ള പ്രോസസ്സാണ് നമ്മൾ ഡയോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ റെക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, എ സിയിൽ നിന്ന് ഡി സിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ റെക്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ റെക്ടിഫിക്കേഷൻ ചെയ്യുന്നത് ആരാണ്, ഡയോഡുകളാണ്. ഓക്കെ, അപ്പോൾ ഈ എ സി ടു ഡി സി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റെക്ടിഫയേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഹാഫ് വേവ് റെക്ടിഫയർ ആണ്, പിന്നീടാണ് എന്ത് ചെയ്തത്, ഫുൾ വേവ് റെക്ടിഫയർ ആയത്. അത് എന്തുകൊണ്ടായിരിക്കും, ഹാഫ് വേവ് റെക്ടിഫയറിൽ നമ്മൾ കൊടുക്കുന്ന വേവിൻ്റെ പകുതി മാത്രമേ റെക്ടിഫൈ ചെയ്ത് കിട്ടുന്നുള്ളൂ. എന്നാൽ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ നമ്മൾ കൊടുക്കുന്ന വേവ് കംപ്ലീറ്റും എന്ത് ചെയ്യുന്നുണ്ട്, റെക്ടിഫൈ ചെയ്തിട്ട് പുറത്തേക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ ഇത് നമ്മളുടെ ഹാഫ് വേവ് റെക്ടിഫയർ. ഹാഫ് വേവ് റെക്ടിഫയറിന് ഫുൾ വേവ് റെക്ടിഫയറിന് ഫിഗർ പഠിച്ചു വെക്കൽ നിർബന്ധമാണ്. ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഫിഗർ വരയ്ക്കുന്ന സമയത്ത് നിങ്ങൾ വരയ്ക്കേണ്ടതൊരു ട്രാൻസ്ഫോമറാണ്.
ഓക്കെ, അതായത് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണ് നമ്മുടെ കയ്യിലുണ്ടാവുക. ഈ ട്രാൻസ്ഫോമറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഡയോഡിനെ നിങ്ങൾ കണക്ട് ചെയ്യണം. ഹാഫ് വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ഒറ്റ ഡയോഡേ ഉണ്ടാവുള്ളൂ. നിങ്ങളൊരു പ്രൈമറി കോയിൽ ഉണ്ടാവും, സെക്കൻഡറി കോയിൽ, ഒരു ട്രാൻസ്ഫോമർ പ്രിൻസിപ്പിളാണ്. എന്നിട്ട് അതിൻ്റെ പുറത്ത് ഇവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് നമ്മൾ എടുക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഫിഗർ വരിക. ഓക്കെ, ഇനി ഇവിടുത്തെ തിയറി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ കൊടുക്കുന്നത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുക്കുക AC സൈക്കിൾ ആയിരിക്കും, അല്ലെങ്കിൽ AC വോൾട്ടേജ് ആയിരിക്കും. പുറത്തേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ത് കിട്ടാനാണ്, DC കിട്ടാനാണ്. കാരണം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡയോഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഡയോഡ് എന്ത് ചെയ്തോളും, DC ആക്കിയിട്ട് തന്നോളും. സോ ആദ്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു മുകളിലേക്കുള്ള സൈക്കിളിനെ നമ്മൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വിളിക്കും, താഴെയുള്ളതിനെ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ എന്ന് വിളിക്കും. സോ ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത്, പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പം മുകളിൽ പോസിറ്റീവ് ചാർജ് വരും, അപ്പാരൻ്റ്ലി താഴെ ഏത് ചാർജ് വരും, നെഗറ്റീവ് ചാർജ് വരും. ഇത് ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ ആയതുകൊണ്ട് ഇവിടുത്തെ പോസിറ്റീവ് നേരെ ഇപ്പുറത്തേക്ക് എത്തും, ഇവിടുത്തെ നെഗറ്റീവ് നേരെ എന്ത് ചെയ്യും, ഇവിടേക്ക് എത്തും. ഓക്കെ, അപ്പോൾ എന്തായി, ഇപ്പം നമ്മളുടെ ഡയോഡ് എന്ത് ബയാസിങ്ങിലാണ്, ഡയോഡിൻ്റെ P കൊടുത്തത് പോസിറ്റീവിലേക്കാണ്. അപ്പോൾ ഡയോഡ് എന്ത് ബയാസിങ്ങിലായി, ഫോർവേഡ് ബയാസിങ്ങിലായി. അപ്പോൾ ഡയോഡ് D എന്താണ്, ഫോർവേഡ് ബയാസിങ്ങിലാണ്. അപ്പോൾ ഫോർവേഡ് ബയാസിങ്ങിലാകുമ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യുമല്ലോ, ചെയ്യും. അപ്പം നമ്മൾ എന്ത് കൊടുക്കുന്നു, നമ്മളൊരു AC വേവ് കൊടുക്കുന്നു, നമ്മളൊരു AC വേവിൻ്റെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുന്നു. നമുക്ക് പുറത്തേക്ക് എന്ത് കിട്ടുന്നു, ഒരു റെക്ടിഫൈഡ് സിഗ്നൽ കിട്ടുന്നു. ഇനി അടുത്തത് നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, അപ്പാരൻ്റ്ലി ഇവിടെ പോസിറ്റീവ്. മ്യൂച്വൽ ഇൻഡക്ഷൻ പ്രകാരം നേരെ അപ്പുറത്തെത്തും. അപ്പോൾ ഇവിടെയും ഇവിടെയും നെഗറ്റീവ്, ഇവിടെയും പോസിറ്റീവ് വരും. ഇപ്പം നമ്മുടെ ഡയോഡിൻ്റെ P കൊടുത്തത് നെഗറ്റീവിലേക്കാണ്. അതായത് ഡയോഡ് ഇപ്പോൾ എന്ത് ബയാസിങ്ങിലാണ്, നെഗറ്റീവ്, അതായത് റിവേഴ്സ് ബയാസിങ്ങിലാണ്. അപ്പം നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നമ്മുടെ ഡയോഡ് എന്ത് ബയാസിങ്ങിലാണ്, റിവേഴ്സ് ബയാസിങ്ങിലാണ്. ഇപ്പോൾ കറണ്ട് കണ്ടക്ട് ചെയ്യോ, ഇല്ല. അപ്പം നമ്മളുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോൾ പുറത്തേക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, ഇല്ല. ഇനി സൈക്കിൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യും. നമ്മൾ പോസിറ്റീവ് കൊടുക്കുന്നു, പുറത്തേക്ക് നമുക്കൊരു പോസിറ്റീവ് കിട്ടുന്നു. നെഗറ്റീവ് കൊടുക്കുന്നു, നമുക്ക് പുറത്തേക്ക് എന്ത് ചെയ്യുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. ഇതാണ് എന്തിൽ നടക്കുന്നത്, ഹാഫ് വേവ് റെക്ടിഫയറിൽ നടക്കുന്നത്. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിന് ഏറ്റവും അവസാനം നിങ്ങൾ എന്ത് കൊടുത്താൽ മതി, സൈക്കിൾ കണ്ടിന്യൂസ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും വേവ് ഫോംസ് ആണ്. അതായത് ഇത് ഇൻപുട്ട് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് നെഗറ്റീവ് ഹാഫ് സൈക്കിളൊക്കെ അവിടെ കട്ടായിട്ട് പോകും, പോസിറ്റീവ് മാത്രമേ നമുക്ക് പുറത്തേക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ. റെഡി, ഇനി നമ്മളിതിനെ ഫുൾ വേവ് റെക്ടിഫയറിലേക്ക് വരുന്ന സമയത്ത്, ഫുൾ വേവ് റെക്ടിഫയറിലും സെയിം ട്രാൻസ്ഫോമർ തന്നെയാണ്. പക്ഷേ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ രണ്ട് ഡയോഡുകൾ കൊടുക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ഡയോഡ് D1, ഇവിടെ ഒരു ഡയോഡ് D2. ഇത് രണ്ടിൻ്റെയും സെൻറ്ററിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഔട്ട്പുട്ട് എടുക്കുന്നത് കേട്ടോ. ഇവിടെയാണ് നമ്മൾ ലോഡ് റെസിസ്റ്റർ അഥവാ ഔട്ട്പുട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ സെൻറ്റർ ടേപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയർ എന്ന് വിളിക്കാം. ഇത് സെൻറ്ററിലൂടെ കണക്ഷൻ എടുക്കുന്നതുകൊണ്ടാണ് സെൻറ്റർ ടേപ്പ്ഡ് എന്ന് വിളിക്കാനുള്ള കാരണം കേട്ടോ. അപ്പോൾ സെൻറ്റർ ടേപ്പ്ഡ് ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ കേസിൽ ഇങ്ങനെയാണ് നമ്മുടെ ഫിഗർ വരിക. ഇവിടെയും നമ്മൾ നേരത്തെ കൊടുത്ത പോലെ തന്നെ സിഗ്നൽ കൊടുക്കും. അപ്പോൾ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്നു. പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ പോസിറ്റീവ് ചാർജ്, ഇവിടെ നെഗറ്റീവ് ചാർജ്, നേരെ ഇവിടെ എത്തുന്നു, ഇവിടെ നെഗറ്റീവ് എത്തുന്നു. നിങ്ങൾ നോക്കിയേ, ഇപ്പം നിങ്ങളുടെ ഡയോഡ് D1, ഇപ്പം നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളുടെ ഡയോഡ് D1 എന്ത് ചെയ്യുന്നു, ഇപ്പം നിങ്ങളുടെ ഡയോഡ് D1 എന്തിലാണ്, P2 പോസിറ്റീവ് ആണ്. അപ്പോൾ D1 എന്തിലായി, ഫോർവേഡ് ബയസിങ്ങിലായി. നേരെ മറിച്ച് D2ൻ്റെ കേസ് എന്താ നോക്കിയേ, D2ൻ്റെ P പോയത് നെഗറ്റീവിലേക്കാണ്. അതായത് D2 എന്ത് ബയാസിങ്ങിലാണ്, റിവേഴ്സ് ബയാസിങ്ങിലാണ്. പെട്ടില്ലേ? അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ കറണ്ട് പാസ് ചെയ്യില്ല, കാരണം ഇയാൾ റിവേഴ്സിലാണ്. പക്ഷേ ഇവിടെ ഫോർവേഡാ, ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യും, നമുക്ക് ഔട്ട്പുട്ട് കിട്ടുമല്ലോ, കിട്ടും. അതിനാണ് നമ്മൾ സെൻറ്റർ ടേപ്പ് ചെയ്തത്. അതായത് ഒരു സർക്യൂട്ട് വർക്ക് ചെയ്തിട്ടില്ലെങ്കിലും മറ്റേ സർക്യൂട്ട് എന്ത് ചെയ്യും, സുഖമായിട്ട് വർക്ക് ചെയ്യും. അപ്പം നമുക്ക് ഈ ഒരു സർക്യൂട്ട് ഫോർവേഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് എന്ത് ചെയ്യാം, ഔട്ട് എടുക്കാം. അപ്പം നിങ്ങൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുത്തു, നിങ്ങൾക്ക് പുറത്തേക്ക് എന്ത് കിട്ടി, വീണ്ടും ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിൾ കിട്ടി. ഓക്കെ അല്ലേ? ഇനി നിങ്ങൾ കൊടുക്കുന്നത് അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ്. നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുന്ന സമയത്ത് ഇവിടെ നെഗറ്റീവ് ചാർജ് വരും, ഇവിടെ പോസിറ്റീവ് ചാർജ് വരും. നേരെ ഇങ്ങോട്ട് പാസ് ചെയ്യും, ഇയാൾ നെഗറ്റീവും ഇയാൾ പോസിറ്റീവും. എടാ ഇപ്പം നിങ്ങളുടെ ഹീറോസ് എന്ത് ചെയ്യുന്നടാ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ കേസിൽ നോക്കിയേ, D1ൻ്റെ P പോയത് നെഗറ്റീവിലേക്കാണ്. അതായത് D1 ഇപ്പം എന്തിലാണ്, റിവേഴ്സിലാണ് അല്ലേ. D2 അപ്പം എന്തിലാണടാ, D2ൻ്റെ P പോയത് പോസിറ്റീവിലേക്കാണ്. D2 എന്തിലാണ്, ഫോർവേഡിലാണ്. അപ്പം നോക്ക്, D1 റിവേഴ്സിലും D2 ഫോർവേഡിലും. അതായത് ഇവിടെ ഇപ്പം എന്ത് ചെയ്യുന്നില്ല, സർക്യൂട്ട് വർക്ക് ചെയ്യുന്നില്ല. പക്ഷേ കാര്യമില്ല, പ്രശ്നമില്ല. കാരണം എന്താ, D2 വർക്ക് ചെയ്യുന്നുണ്ട്, D2 ഫോർവേഡാണ്. നമുക്ക് സ്റ്റിൽ എന്ത് ചെയ്യാം, ഔട്ട് എടുക്കാൻ പറ്റും. റെഡി? അപ്പം അങ്ങനെയാണ് ഫുൾ വേവ് റെക്ടിഫയർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫുൾ വേവിൽ നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ കൊടുക്കുമ്പോഴും പുറത്തേക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഔട്ട് കിട്ടുന്നുണ്ട്.
ക്ലിയർ ആണോ? പക്ഷേ ഇത് നെഗറ്റീവ് ആയിരിക്കില്ല, പോസിറ്റീവ്. കാരണം എന്താ, DC ആക്കിയതുകൊണ്ടാണ് കേട്ടോ. DCൻ്റെ ഉദ്ദേശം എന്താണ്? ഒറ്റ ഡയറക്ഷനിലുള്ള കറണ്ട് എന്നാണ്. ഇതുപോലെ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും ഉണ്ടാവില്ല, സെയിം ഡയറക്ഷനിലുള്ള കറണ്ടാണ് DCയിൽ കിട്ടുക. അപ്പോൾ ഇനി നിങ്ങൾ അടുത്ത പോസിറ്റീവ് കൊടുക്കുന്നു, എഗെയിൻ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടുന്നു, അടുത്ത നെഗറ്റീവ് കൊടുക്കുന്നു, എഗെയിൻ നിങ്ങൾക്ക് പോസിറ്റീവ് കിട്ടുന്നു. ഇതാണ് ഫുൾ വേവ് റെക്ടിഫയറിൽ നടക്കുക. സ്റ്റിൽ അതിൻ്റെയും നോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? സൈക്കിൾ കണ്ടിന്യൂസ് എന്ന് കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ, ഇതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വേവ് ഫോംസ് എന്ത് ചെയ്യണം? പഠിക്കണം. നമ്മൾ ഒരു AC സിഗ്നൽ കൊടുക്കുന്നു, പുറത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് DC ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കിട്ടുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സെമി കണ്ടക്ടേഴ്സ്. ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളൂ. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു മോസ്റ്റ് പ്രോബബ്ലി നമ്മുടെ ചാപ്റ്ററിൽ ഒരുപാട് വട്ടം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ട ടോപ്പിക്സ് എന്ന് പറയുന്നത് ഈ ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ടോപ്പിക്കാണ്. അതേപോലെ തന്നെ നമ്മളുടെ എനർജി ബാൻഡ് ഡയഗ്രാം, ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും മിക്കവാറും പബ്ലിക്കിന് ക്വസ്റ്റ്യൻ വരാമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ബട്ട് ലെറ്റ്സ് സീ. സോ അടിപൊളിയായിട്ട് പഠിക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ.